ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പള്ളിക്കത്തോട്ടിൽ ജനക്ഷേമ ക്യാമ്പ് നടത്തി. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ യുവമോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. പോസ്റ്റ് ഓഫീസ്, ഗ്രാമീൺ ബാങ്ക്, SBI, കൃഷിഭവൻ, സോളാർ കമ്പനികൾ, അക്ഷയ സെന്റർ, ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരുന്നു. പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. BJP ജില്ലാ മീഡിയ കൺവീനർ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദീപിൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസ്, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ഷിനു ഇ നായർ, യുവമോർച്ച ജില്ലാ മീഡിയ കൺവീനർ അജിത് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. എന്യൂമറേറ്റർമാർ തങ്ങൾക്കനുവദിച്ച ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ ലേഔട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 2025ലെ കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കളെ പരിഗണിക്കില്ല. നിശ്ചിത മാതൃകയിൽ ജൂലൈ 13 മുൻപ് അതത് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. വിശദ വിവരങ്ങളും അപേക്ഷാ ഫോറവും www.karshikakeeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾ കൃഷിഭവനിലും ലഭ്യമാണ്. പ്രസ് സോക്കർ വൈബ് 2026 എന്ന പേരിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശവും ലഹരിവിരുദ്ധ സന്ദേശവും ഏറ്റെടുത്ത് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ മാതൃഭൂമി ജേതാക്കളായി. ഫൈനലിൽ ദേശാഭിമാനിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മാതൃഭൂമി ചാമ്പ്യന്മാരായത്. സെമി ഫൈനൽ പോരാട്ടങ്ങളിൽ മാതൃഭൂമി ദീപികയെയും ദേശാഭിമാനി ക്ലബ് ഫൈറ്റേഴ്സിനെയും തോൽപ്പിച്ചു. ടൂർണമെന്റിലെ മികച്ച താരമായി മാതൃഭൂമിയുടെ പ്രവീൺ കുമാർ V തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശാഭിമാനിയിലെ റോഹൻ ഷാജിയാണ് മികച്ച ഗോൾ കീപ്പർ. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി കോട്ടയം നഗരസഭാ കൗൺസിലർമാരുടെ ടീമും പ്രസ് ക്ലബ് ടീമും സൗഹൃദ മത്സരം കളിച്ചു. മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് കൗൺസിലർമാർ വിജയിച്ചു. കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു പരിപാടിയിൽ പങ്കെടുത്തു. കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 പ്രവേശനോത്സവവും അനുമോദന ചടങ്ങും നടത്തി. ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ അനുമോദിച്ചു. ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകിയ ക്രിക്കറ്റ് കിറ്റ് പ്രിൻസിപ്പൽ റാണി ജെ, സീനിയർ ടീച്ചർ ജിൻസി സാറ സാമുവൽ എന്നിവർ MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുജിത് S നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ്മ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനിൽകുമാർ TJ, ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അലക്സാണ്ടർ ഏലിയാസ് കല്ലുപുരയ്ക്കൽ, ബിയൂഷ് ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജെ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.